അങ്ങനെ പറയല്ലേ നാളെ ശരിയാക്കാം നീ. ആ ഓ ഞാൻ വിളിക്കാം കേട്ടാ. ഓ സിനിമയ്ക്കൊക്കെ പോകുമ്പോ നമ്മളെ കൂടെ വിളിക്കായിരുന്നു ഏട്ടാ. അതെ ഏട്ടന് പൈസ ഇട്ട് കൊടുത്താ? പൈസ ഇടാനായിട്ടുള്ള ശ്രമത്തിലാണ്. നിങ്ങളോട് ആളാ വീതം ചോദിച്ചതാണോ പൈസ ഉണ്ടോ എന്ന്? പൈസ ഇല്ലാതെ നിങ്ങൾ എന്തിനാ ഞങ്ങൾ എല്ലാവരും കൂടി വലിച്ചു കിട്ടാൻ അങ്ങോട്ട് കൊണ്ടുപോയത്? ഒന്ന് കർത്താവേ പൈസയൊക്കെ ഇതിലുണ്ട്, പൈസ ഉണ്ട്, പക്ഷെ ഇതങ്ങോട്ട് പോണില്ല. ഞാൻ ഇപ്പോഴും ഞാൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പോകത്തുള്ളൂ. ഇല്ലടി പൈസ ഇല്ല. കള്ളത്തരവും കാണിച്ചു. എന്തൊരു ജാടയായിരുന്നു, എന്തൊരു ജാട. എന്റെ പൈസ മര്യാദ കൊടുത്തു. വെല്ലുമോളെ അവന്റെ പൈസ ഞാൻ കൊടുക്ക. ഇത് ഇന്ന് കൊടുത്തിട്ട് ഞാൻ ആവശ്യമില്ല. കറക്റ്റ് സമയത്ത് അങ്ങ് എഴുന്നേറ്റ് പോയി. അപ്പുക്കുട്ട സാറ് വിളിച്ചോണ്ടല്ലേ അങ്ങോട്ട് കാര്യം പറഞ്ഞേക്കരുത്. പിന്നെ സംസാരിക്കാം. അളിയന്റെ പൈസ വന്നു. അളിയ ഇതിന്റെ പൈസ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിന്ന് ഇട്ടിട്ടുണ്ട്. ഇത് നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ട്. ഇത് സാറ്റലൈറ്റ് തകരാറ്. ഞാൻ ഇതിനകത്ത് കയറിയല്ലോ, ഇതിൽ അങ്ങോട്ട് അയച്ചു. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിന്റെ പൈസ നീ വേണ്ട. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ പൈസ കരുതിയിരുന്നു. കാരണം നിന്റെ കൂടെയാണ് വരുന്നത്. എനിക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അറിയാം. അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്? എന്താ നിങ്ങൾ അങ്ങനെ പറയല്ലേ? സംഭവിച്ചത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ പൈസ എല്ലാം ഉണ്ട്. പൈസ അങ്ങോട്ട് തള്ളിയിട്ടുണ്ട്. പക്ഷേ ലീവാണ് പോയത്. ഞാൻ ഇറങ്ങാൻ ചോദിച്ചാ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിർബന്ധം എല്ലാവരും കൂടെ ഞാൻ കൂടെ ഉണ്ടാവണം. ഇനി ആരെ നിർബന്ധിക്കില്ലടാ. ഇന്നത്തോടുകൂടി എല്ലാം തെളിഞ്ഞു. എന്തത് ഞാൻ നിങ്ങളെ സിനിമ കൊണ്ട് കയറ്റി. സിനിമയുടെ കാര്യം പറയല്ലേ എന്റെ പൊന്നെ. ഒരു എന്ത് സിനിമയായിരുന്നത്? എന്റെ പൊന്നോ, അമ്മയെ കണ്ടില്ല. അമ്മയെ കണ്ടില്ല. നിന്റെ ആങ്ങളെ കാണാനില്ലായിരുന്നു. അവനാ മുങ്ങിയത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നപ്പോ അപ്പുക്കുട്ട സാറ് വളരെ ഗൗരവമുണ്ട്. നീ അപ്പുക്കുട്ടന്റെ കാര്യം പറയണ്ട. സിനിമയ്ക്ക് പൈസ കൊടുക്കണ്ടല്ലോ. ഇത് ഓസിന് കാണുന്ന സിനിമയാണ്. അതായത് തിയേറ്ററിൽ ആളില്ലാത്ത പടങ്ങൾ വരുമ്പോ അവർക്ക് തന്നെ അറിയാം. അവരാളെ കൂട്ടാൻ വേണ്ടി അവർ പലതും ചെയ്യും. വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുമാ. സ്റ്റേഷനിലും കൊണ്ട് 10 വരെ ടിക്കറ്റ് കൊടുത്തിരുന്നു. അതായത് ഞാൻ ഒരു സത്യം പറയട്ടെ, ഇതിപ്പോ ഞാൻ എഴുതിയ കഥയല്ല, എന്റെ സിനിമയല്ല. എന്നെ കണ്ട ഒരാൾ പറഞ്ഞു നല്ല സിനിമ കുടുംബത്തെ കൊണ്ട് കാണിക്കണം. അല്ല സത്യം, ഈ അമ്മ ഇല്ലാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ബന്ധത്തിന്റെ ഒരു ഫീൽ ഗുഡ് സിനിമ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഈ സത്യത്തിൽ നിങ്ങളെ എല്ലാം ഒന്ന് കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞിരുന്നപ്പോൾ എന്റെ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയതേ. സത്യത്തിൽ നമ്മള് നല്ല സിനിമ കുട്ടികളൊക്കെ കണ്ടിരിക്കേണ്ടതല്ല. അതുകൊണ്ട് ഇതാണ് സംഭവം. പൈസ കൊടുത്തേ. പൈസ ഞാനിത് എഴുതി തള്ളി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയല്ലേ? എനിക്കത് വേണ്ട. പറഞ്ഞിട്ടല്ലോ ആണോ? അതിപ്പോ സ്ഥിരമുള്ള പരിപാടിയല്ലേ. നിങ്ങളല്ലേ ഇത് ആദ്യമായിട്ട് കേട്ടിട്ട് ഇറങ്ങി എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഇറക്കിയത്. ഞാൻ ലീവില്ലാത്ത ഞാനായിരുന്നു. പുല്ല് വന്ന് ശരി വന്ന് ശരി വന്നിട്ടുണ്ട്. ഒത്തിരി കറങ്ങി. ഇത് ഞാൻ നിങ്ങൾ ഇതല്ലേ നീ എന്താണ് എന്തെങ്കിലും ഒരു സംഭവം ഓർഡർ അങ്ങ് നെഗറ്റീവ് അടിച്ചോളാം കേട്ടോ. ഓ പൈസ ഒന്നല്ല, പൈസ ഉള്ളതുകൊണ്ടാണ് പൈസ ഉണ്ടെന്ന് പറഞ്ഞത്. പൈസ ഇല്ലാതെയല്ല പൈസ ഇല്ലാന്ന് കൊണ്ടെന്ന് പറഞ്ഞത്. അപ്പം അത് വന്നു. ചുമ്മാ എടുത്തുകാട്ട് തന്നെ. ഇതെല്ലാം ഞാൻ പറഞ്ഞു അങ്ങോട്ട് അയച്ചെന്ന്. അങ്ങനെ നെഗറ്റീവ് അല്ല വേറെ ഒന്നുമില്ല. പോസിറ്റീവായിട്ടെ കുറച്ച് ചിന്തിക്കണേ. കൂടുതൽ സംസാരിക്കുന്നു വേണ്ട നീ. പിന്നെ ഇന്നത്തെ നമുക്ക് പറ്റിയ ആ കുറവ് നമുക്ക് നാളെ നികത്താം. വേറെ അടിപൊളി സിനിമയും കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും കൂടെ പോയിട്ട് നാളെ വരും. അടിപൊളി. നാളെ കൊണ്ടൊന്ന് ലീവ് ഇട്. ശമ്പളം ഞാൻ തരും. കണ്ണിയാ കുത്തു പൊട്ടിക്കണ്ട. ലീവ് ഇട്. ശമ്പളം കൂടി ഞാൻ ഇട്ട് തരാം. വേണേ പഠിച്ചല്ലോ പടി. നല്ലൊരു സിനിമ അടിക്കാൻ വേണ്ടാന്ന്. ഏത് സിനിമ? അച്ഛനൊരു താരാട്ട്.